all, welcome to Imbal. So, നമ്മൾ pharmaceutical regulatory science-ലെ registration of Indian drug product in overseas market and export procedures ആണ് നോക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും അതിൻ്റെതായ പോളിസീസ് ഉണ്ട്. എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എക്സിം പോളിസി എന്നാണ് പറയുന്നത്. സോ ഡ്രഗിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ആ എക്സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ R&D ഈ പോളിസിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CDSO ആണ് മാനുഫാക്ചറിംഗ്, സെയിൽസ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ക്ലിനിക്കൽ റിസർച്ച് എല്ലാം എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഓവർസീസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. സോ CDSO ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ട് ഓഫീസിലൂടെയാണ്. ഈ ഇമ്പോർട്ട് ഓഫീസസ് നമ്മുടെ കൺട്രിയിൽ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. അതുവഴിയാണ് CDSCO വർക്ക് ചെയ്യുന്നത് കേട്ടോ. മറന്നു പോകരുത്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ലോസ് ആയിട്ടുള്ള ഫാർമസി ആക്ട്, മാജിക് റെമഡി ആക്ട് ആൻഡ് മെഡിസിൻ ആൻഡ് ടോയിൽ പ്രിപ്പറേഷൻസ് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ വർഷങ്ങൾ പഠിച്ചു വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് നിങ്ങൾ ത്രൂ ഔട്ട് പഠിക്കുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും അതിൻ്റെതായ പോളിസി ഉണ്ട് എന്നുള്ളതാണ്. സോ ഓപ്പർച്യൂണിറ്റി ഇൻ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എന്താണ് ഇത്രയുള്ളത്? ഒന്ന്, സെൽഫ് റിലയൻസ് ആണ്. ഇന്ത്യ പ്രൊഡ്യൂസ് 70% ഓഫ് ബൾക്ക് ഡ്രഗ് നിയർലി ഓൾ ഫോർമുലേഷൻസ് ഡൊമസ്റ്റിക്കലി. സോ ഡൊമസ്റ്റിക്കലി അറൌണ്ട് 70% ഓഫ് എല്ലാ ബൾക്ക് ഡ്രഗ്സ് ഉണ്ടാക്കുന്നുണ്ട്. ലോ കോസ്റ്റ് ആണ് ആൻഡ് സ്ട്രോങ് സയന്റിഫിക് മാൻ പവർ ഉണ്ട്. ലൈക്ക് R&D ഈവൻ സ്കിൽഡ് പ്രൊഫഷണൽസും മാനുഫാക്ചറിങ്ങും ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ട്രേഡ് ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ജനറിക് ഡ്രഗ് ഹബ് ആണ്, അതായത് എഫിഷ്യന്റ് പ്രൊഡക്റ്റ് ഓഫ് പെയിൻ ഡ്രഗ്സ്. സോ നമ്മൾ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇത്രയും പറഞ്ഞ റീസൺസിൽ ഒരുപാട് ജനറിക് ഡ്രഗ്സ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ക്ലിനിക്കൽ ട്രയൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോയിങ് ബയോടെക് ഇൻഡസ്ട്രി. സോ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഏതൊരു ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യയിൽ ഭയങ്കര എളുപ്പമാണെന്നുള്ളതാണ്. അതാണ് ബേസിക് തിങ്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ എത്ര വലിയ ഭംഗി വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റൂ അല്ലേ. സോ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി പറയുവാണെങ്കിൽ ബൾക്ക് ഡ്രഗ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് ആണ് മാനുഫാക്ചർ നടക്കുന്നത് കേട്ടോ. ഫോർമുലേഷൻ ഡൊമസ്റ്റിക് എക്സ്പോർട്ട്, ജനറിക് ആണെങ്കിൽ റീറ്റെയിൽ ആൻഡ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്, പേറ്റന്റ് ഡ്രഗ് ആണെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് ഫോർ ഇന്റർമീഡിയറ്റ് ആൻഡ് APIs. ഇതാണ് എന്ത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബൾക്ക് ഡ്രഗ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക ഡൊമസ്റ്റിക്കും എക്സ്പോർട്ടും ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി എക്സ്പോർട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഫ്രോം ഇന്ത്യ. സോ ഫ്രം ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്നത്? സോ മാനുഫാക്ചറിന് ഒരു വാൽ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഫോം 25-ലും 28-ലും. ഈ നമ്പറുകൾ മറക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. NOC ആവശ്യമാണ്. CDSO അല്ലെങ്കിൽ സോണൽ സബ് സോണൽ ഓഫീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരുപാട് ഓഫീസസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് NOC വാങ്ങണം. NOC അപ്രൂവ്ഡ്, അൺഅപ്രൂവ്ഡ്, ബാൻഡ് ഡ്രഗ് ഫോർ എക്സ്പോർട്ട് എന്ന് പറയുന്ന കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇത് അപ്രൂവ്ഡ് ആണോ അൺഅപ്രൂവ്ഡ് ആണോ ബാൻഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ പറഞ്ഞ കാര്യമാണ്. ആൻഡ് ഡോക്യുമെന്റ്സ് വേണത് കവറിംഗ് ലെറ്റർ വേണം, പർച്ചേസ് ഓർഡർ വേണം, മാനുഫാക്ചറിംഗ് ലൈസൻസ് വേണം, പെർഫോമ ഇൻവോയ്സ് വേണം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. രജിസ്ട്രേഷൻ ഇഷ്യൂഡ് ബൈ ദ ഇമ്പോർട്ടിംഗ് കമ്പനി. ഇമ്പോർട്ടിംഗ് കമ്പനിയുടെ രജിസ്ട്രേഷൻ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെയിം, സ്ട്രെങ്ത്, ഡോസ് ഒക്കെ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഈ റൂൾസ് റിലേറ്റ് ടു ഡ്രഗ് എക്സ്പോർട്ട്. ഡ്രഗ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ റൂൾ 94 ആണ്. പാക്കിംഗ് ലേബലിംഗ് റിക്വയർമെന്റ് ആവശ്യമാണ്. ഏത് മരുന്നാണ്, ആരുണ്ടാക്കി, ഏത് ബാച്ച്, എക്സ്പയറി, സപ്ലൈ ഡീറ്റെയിൽസ്, പേഷ്യന്റ് നെയിം ആൻഡ് ഡോസ്. അതായത് ഇൻഡിവിജ്വൽ യൂസിന് പോവുകയാണെങ്കിൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ ലേബൽ എക്സ്റ്റേണൽ യൂസ് ഓൺലി ഇഫ് ആപ്ലിക്കബിൾ. പുറത്തുള്ളതാണെങ്കിൽ നിർബന്ധമായി ചെയ്യണം. അതായത് നമ്മൾ ഇന്ത്യയിൽ ഒരു ലേബൽ എങ്ങനെയാണോ വേണ്ടത് അത് തന്നെയാണ് ഇവിടെ നിന്ന് പോകുമ്പോഴും വേണ്ടത്. പക്ഷേ രണ്ട് കാര്യം ആലോചിക്കുക. പേഷ്യന്റ് നെയിം ഡോസേജ് ഫോം ആപ്ലിക്കബിൾ ആണെങ്കിൽ ആവശ്യമാണ്. ഇനി പ്രൊഹിബിറ്റ് സെയിൽ വിത്തൗട്ട് ലേബിൾ ആണ്. ഒരു ഡ്രഗ് നമുക്ക് ലേബിൾ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇമ്പോർട്ടായാലും എക്സ്പോർട്ടായാലും നടക്കുന്ന കാര്യമല്ല. എസെൻഷ്യൽ ലേബിളിംഗ് ആവശ്യമാണ്. പ്രോപ്പർ നെയിം ഓഫ് ഡ്രഗ് പ്രിന്റഡ് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഷെഡ്യൂൾ F ആൻഡ് F1 ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. ഇന്ത്യൻ ഫാർമക്കോപ്പി ലിസ്റ്റഡ് ഡ്രഗ് ആണെങ്കിൽ അത് ചെയ്യണം. നാഷണൽ ഫോർമുലറി ഡ്രഗ്സിൻ്റെ WHO ലിസ്റ്റഡ് ഇന്റർനാഷണൽ നോൺ പ്രൊപ്പറേറ്ററി നെയിം ഉണ്ടെങ്കിൽ അങ്ങനെ അഡീഷണലി എന്തൊക്കെ വേണമോ അല്ലെങ്കിൽ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടോ അതെല്ലാം എന്ത് ചെയ്യുക, നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മിനിസ്ട്രി ആൻഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് കേട്ടോ. വാലിഡ് എക്സ്പോർട്ട് ഓർഡർ കോപ്പി ഒബ്റ്റെയിൻ ചെയ്യണം. ഈവൻ നമ്മൾ NOC ഒക്കെ എടുക്കുമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് എക്സ്പോർട്ട് ഓർഡർ കോപ്പി ഒക്കെ കിട്ടും കേട്ടോ. ആൻഡ് സ്പെസിഫിക് മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ ഫോർ എക്സ്പോർട്ട് ചെയ്യുന്ന സ്പെസിഫിക് മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ആൻഡ് മസ്റ്റ് നോട്ട് ബി സോൾഡ് ഡൊമസ്റ്റിക്കലി. ഡ്രഗ് മാനുഫാക്ചർ ഫോർ എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നാണെങ്കിൽ ഒരു കാരണവശാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
പാടില്ല, ഡൊമസ്റ്റിക്കലി നമ്മൾ സെയിൽ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം, സ്പെസിഫിക് മാനുഫാക്ചറിംഗ് ലൊക്കേഷൻ കൊടുക്കണം ഫോർ എക്സ്പോർട്ടിനുള്ളത്, ആൻഡ് വാലിഡ് എക്സ്പോർട്ട് ഓർഡർ കോപ്പി ടു ഒബ്റ്റെയിൻ NOC. സോ NOC കിട്ടാൻ വേണ്ടിയിട്ട് വാലിഡ് എക്സ്പോർട്ട് ഓർഡർ കോപ്പി വേണം. പിന്നെ ബേസിക്കലി NOC കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ വെക്കുമല്ലോ, അപ്പോൾ അതിന്റെ കൂടെ തന്നെ എക്സ്പോർട്ട് ഓർഡർ കോപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്മളത് വെക്കുന്നുണ്ട്. ആൻഡ് എക്സ്പോർട്ട് റെക്കോർഡ്, റോ മെറ്റീരിയൽസ്, റിമൈനിങ് സ്റ്റോക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻസ്പെക്ട് ചെയ്ത് അതോറിറ്റീസിന് അറിയിക്കേണ്ട ആവശ്യമാണ്. ആൻഡ് അൺഎക്സ്പോർട്ട് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക. ഇപ്പം നമ്മൾ കയറ്റി വിടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാത്ത സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് വിടുക. അത് മാത്രമല്ല ബാൻ ഡ്രഗ് ഒന്നും ഇമ്പോർട്ട് ചെയ്യാനോ അങ്ങോട്ട് കൊടുക്കാനോ ഇങ്ങോട്ട് കൊടുക്കാനോ ഒന്നും പാടില്ല. സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്യണം, സ്പോട്ടിൽ നിർത്തിക്കോളാം, ഇല്ലെങ്കിൽ അപ്പം തന്നെ പണി കിട്ടും. അങ്ങനത്തെ പരിപാടിയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ CTD എന്ന് പറയും. സോ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് സ്പെസിഫിക് ആപ്ലിക്കേഷൻ ആണ്. അതായത് യൂറോപ്പ്, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഡോസേജ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. സോ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് യൂറോപ്പ്, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ്. സോ എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് എല്ലാ ഡ്രഗിനും നിർബന്ധമായിട്ട് ആവശ്യമാണ്. ഒരു കാരണവശാലും അവിടെ ക്ലിനിക്കൽ ട്രയൽ ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ എന്തെങ്കിലും ഒരു അതോറിറ്റി അകത്തോട്ട് കയറ്റി വിടത്തില്ല. ഈ മരുന്നുകൾ വേണ്ട എന്ന് തന്നെ പറയും. കാര്യം അവർക്ക് നിർബന്ധമായിട്ട് എന്ത് വേണം, ക്ലിനിക്കൽ ട്രയൽസുകൾ വേണം, എല്ലാ ഡോക്യുമെന്റ് വേണം, പ്രീ ക്ലിനിക്കൽ വേണം, പോസ്റ്റ് വേണം, എല്ലാം വേണം. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അവർ ഒരു സാധനം പോലും അങ്ങോട്ട് എടുപ്പിക്കത്തില്ല. ആൻഡ് മോഡ്യൂൾസ് ഓഫ് CTD ആണെങ്കിൽ 5 modules ആണ്. ഫസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേഷൻ പ്രിസ്ക്രൈബിംഗ് ഇൻഫർമേഷൻ ആണ്. സ്പെസിഫിക് ഡോക്യുമെന്റ് ലൈക്ക് ആപ്ലിക്കേഷൻ ഫോം, ലേബല് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സ്പെസിഫിക് ഫോർമാറ്റ്സുകൾ വേണം. അതിനകത്ത് ടേബിൾ കണ്ടന്റ് ഓഫ് സബ്മിഷൻ ഇൻക്ലൂഡിംഗ് മൊഡ്യൂൾ 1 റീജിയൻ സ്പെസിഫിക് ഡോക്യുമെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ മൊഡ്യൂൾ 1 പറയുന്നുണ്ട്. അപ്പൊ 5 മൊഡ്യൂളായിട്ട് നമ്മുടെ ഈ ഒരു കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ തിരിക്കുന്നുണ്ട് കേട്ടോ. മൊഡ്യൂൾ 2 ഫാർമക്കോളജിക്കൽ ക്ലാസ്, മോഡ് ഓഫ് ആക്ഷൻ, ക്ലിനിക്കൽ യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ചില സമയത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇപ്പം ടേബിൾ ഓഫ് കണ്ടന്റ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓവറോൾ സമ്മറി, നോൺ ക്ലിനിക്കൽ ഓവർവ്യൂ, ക്ലിനിക്കൽ ഓവർവ്യൂ. അതായത് ഒരു മരുന്നുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഫാർമസ്യൂട്ടിക്കലി പറയുന്നത്, ജനറൽ ഇൻട്രൊഡക്ഷനിൽ ഒരു ഡ്രഗിനെ പറ്റി നമ്മൾ പറയുമല്ലോ, ഇന്നതാണ് യൂസ്, ഇന്ന ക്ലാസ്സിനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറയേണ്ടാവില്ലേ. ക്ലിനിക്കൽ ഫാർമക്കോളജി സ്റ്റഡി, ക്ലിനിക്കൽ എഫിക്കസി ആൻഡ് ബയോ അവൈലബിലിറ്റി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ഇതിനകത്ത് പറയേണ്ടത് അത്യാവശ്യമാണ്. എന്തിനു വേണ്ടി പറയണം എന്ന നെക്സ്റ്റ് ചോദ്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, തെളിവാണ്. തെളിവെന്ന് വെച്ചാൽ എങ്ങനെ തെളിവാണ്, അതായത് നമ്മൾ ചെയ്യുന്നത് എല്ലാം പ്രോപ്പറാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്താണ്, ജസ്റ്റ് ആ ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾ എല്ലാവരും എഴുതും. ആൻഡ് മൊഡ്യൂൾ 3 ആണെങ്കിൽ ക്വാളിറ്റി ആണ്. സോ ക്വാളിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്. M4Q ഗൈഡ് ലൈൻസ് ആണ്. അവിടെ എന്ന് വെച്ചാൽ ബോഡി ഓഫ് ഡേറ്റ, ലിറ്ററേച്ചർ റെഫറൻസ്, അതായത് ഇതിനു മുന്നേ നമ്മൾ ലിറ്ററേച്ചർ റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെടുത്ത് കൊടുക്കേണ്ടത്. ആൻഡ് മൊഡ്യൂൾ 4 പ്രീ ക്ലിനിക്കൽ ആണ്, ഫാർമക്കോളജിയിൽ ടോക്സിക്കോളജി ആണ്, M4S ഗൈഡ് ലൈൻ ആണ് കേട്ടോ. 3 കഴിഞ്ഞു, അടുത്ത് 4 ആണ്. ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ്, സ്റ്റഡി റിപ്പോർട്ട്, ലിറ്ററേച്ചർ റെഫറൻസ് തന്നെയാണ്. 5 ക്ലിനിക്കൽ എഫിക്കസി സേഫ്റ്റി ആണ്. അവിടെ M4E ഗൈഡ് ലൈൻസ് എന്ന് പറയും. ടേബിൾ ഓഫ് കണ്ടന്റ് ഓഫ് മൊഡ്യൂൾ 5 ആൻഡ് ലിസ്റ്റിംഗ് ഓഫ് ക്ലിനിക്കൽ സ്റ്റഡീസ്, ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട്, ലിറ്ററേച്ചർ റെഫറൻസ്. എല്ലാതും ലിറ്ററേച്ചർ റെഫറൻസ് ഉണ്ട്, അത് മറന്നു പോകരുത് കേട്ടോ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഓരോന്നും ഓർഡർ ആയിട്ട് തന്നെ പഠിക്കുക. സോ സിമ്പിൾ ആണ്. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണ്, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായി കാണും അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് മാസ്റ്റർ ഫയൽ അല്ലെങ്കിൽ DMF എന്ന് പറയും. സോ DMF സബ്മിറ്റഡ് ടു FDA ക്കാണ് നമ്മൾ അപ്രൂവ് കൊടുക്കുന്നത്. കോൺഫിഡൻഷ്യൽ ഡീറ്റെയിലേക്ക്, ഫെസിലിറ്റീസ്, പ്രോസസ്സ്, പാക്കിംഗ്, അത് ഒരു മരുന്നുമായിട്ട് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് വെക്കുന്നത്, എവിടെയാണ് വെക്കുന്നത്, അത് സ്റ്റോറേജ്, പ്രോസസ്സ് ചെയ്യുന്നത്, ഫെസിലിറ്റീസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ്, ഹ്യൂമൻ യൂസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളുടെ ഡേറ്റാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിനാണ് DMFS എന്ന് പറയാം. സോ ഇത് നമ്മൾ അലോ തേർഡ് പാർട്ടി ടു റെഫറൻസ് മെറ്റീരിയൽ വിത്തൗട്ട് ഡിസ്ക്ലോസിംഗ് DMF കണ്ടന്റ് പുറത്ത് പോവാതെ തേർഡ് പാർട്ടി റെഫറൻസ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. DMF മാൻഡേറ്ററി അല്ല, അത് അപ്രൂവ്ഡോ ഡിസപ്രൂവ്ഡോ ആണ് എന്ന് വെച്ചിട്ട് are not mandatory and are neither approved nor disapproved but are reviewed when referenced in like NDAs, ANDAs, INDAs, BLAs. അതായത് ഈ ടേമുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഈ NDAസും ANDAസും ഒക്കെ അപ്രൂവലിന് വേണം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റെഫറൻസിന് വേണ്ടി നമുക്ക് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഡ്രഗ് മാസ്റ്റർ ഫയൽ എന്താണ്, നമുക്ക് മാൻഡേറ്ററി അല്ല, പക്ഷെ വേറെ ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ NDAസും ANDAസും പോലുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഒരുപാട് ഉപകാരം വരും എന്നുള്ളതാണ്. ഇനി DMFS എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാര്യം ഓൾറെഡി നിങ്ങൾ ഡ്രഗ് അപ്രൂവലിന് വേണ്ടി ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇച്ചിരി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കൊടുക്കുവാണ്, ഇച്ചിരി കോൺഫിഡൻഷ്യൽ ഡേറ്റയാണ് കേട്ടോ. അവിടെ മാനുഫാക്ചറിംഗ് സൈറ്റ്, ഫെസിലിറ്റീസ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, പേഴ്സണൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടൈപ്പ് 2 ഡ്രഗ് സബ്സ്റ്റൻസ്,
അതിന്റെ ഇന്റർമീഡിയറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദിയർ പ്രിപ്പറേഷൻ, ലൈക്ക് മാനുഫാക്ചറിങ് കൺട്രോൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഫിനിഷ്ഡ് ഫോമിൽ ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് എക്സ്പോർട്ട് ആപ്ലിക്കേഷൻസ് IND, NDA, ANDA ആ ഒരു ഫോമിലൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. സോ മാനുഫാക്ചറിങ് പ്രൊസീജിയർ ഫോർ ഫിനിഷ്ഡ് ഡ്രഗ് ഷുഡ് ബി ഇൻ IND, NDA, ANDA. അപ്പൊ മാനുഫാക്ചർ ചെയ്ത് ലാസ്റ്റ് ആ ഒരു ഫിനിഷ്ഡ് ഡോസേജ് ഫോം ഉണ്ടല്ലോ, അതെല്ലാം IND, NDA, ANDA അല്ലെങ്കിൽ എക്സ്പോർട്ട് ആപ്ലിക്കേഷൻ രീതിയിൽ ആയിരിക്കണം എന്നുള്ളതാണ് ടൈപ്പ് 2 പറയുന്നത്. ഇപ്പോഴും പറയുന്നു എന്താണ്, DMF മാൻഡേറ്ററി അല്ല, പക്ഷെ കൊടുക്കുവാണെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പാക്കേജിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കുന്നു, ആരാണ് സപ്ലൈ ചെയ്തത്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം. ആൻഡ് 4 ആണെങ്കിൽ എക്സിപ്പിയൻസ്, കളർ, ഫ്ലേവറിങ്, എസെൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അഡിക്റ്റീവ്സ്, മാനുഫാക്ചറിംഗ് പ്രോസസ് എങ്ങനെയായിരുന്നു, ടെസ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. വേറെ എന്തെങ്കിലും അഡീഷണലി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. ടൈപ്പ് 5 ആണെങ്കിൽ FDA അക്സെപ്റ്റൻസ് റെഫറൻസ് ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഇത് മിസലേനിയസ് ഇൻഫർമേഷൻ ആണ്, നോട്ട് കവർ അണ്ടർ 1 to 4 വരുന്നില്ല. അപ്പം നമുക്ക് ഡ്രഗ് മാസ്റ്റർ ഫയൽ സ്റ്റാഫ് അല്ലെങ്കിൽ FDAക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രീ അപ്രൂവൽ വേണം, റിക്വയർ പ്രീ അപ്രൂവൽ ഫ്രം ദ ഡ്രഗ് മാസ്റ്റർ ഫയൽ സ്റ്റാഫ്. സോ ഡ്രഗ് മാസ്റ്റർ ഫയൽ സ്റ്റാഫിൽ നിന്ന് ഒരു പ്രീ അപ്രൂവൽ കിട്ടണം എന്നുള്ളതാണ്. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, FDA അക്സെപ്റ്റഡ് റെഫറൻസ് ഇൻഫർമേഷൻ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. മിസലേനിയസ് ഇൻഫർമേഷൻസ് ആണ്. ആൻഡ് DMF സബ്മിഷൻ റിക്വയർമെന്റ് ആണ്. അവിടെ ട്രാൻസ്മിഷൻ ലെറ്റർ ലൈക്ക് ടൈപ്പ് ഓഫ് DMF, ഒറിജിനൽ, ടൈപ്പ് 2 എക്സെട്ര, നിങ്ങൾ ഏത് ടൈപ്പാണ്, കാരണം നമ്മൾ ഒരുപാട് ടൈപ്പ് പഠിച്ചല്ലോ. സോ ഏത് ടൈപ്പ് ഓഫ് DMF ആണ് എന്നുള്ളതാണ്. ആൻഡ് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ് റെഫറൻസ്, സിഗ്നേച്ചർ ഓഫ് അതോറിറ്റി, അതൊക്കെ വേണം. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻസ് ലൈക്ക് DMF ഹോൾഡർ, മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, FDA കോൺടാക്ട് പേഴ്സൺ, ആ കാര്യങ്ങൾ വേണം. റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തരും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് കൊടുക്കുന്നത്. ആൻഡ് ജനറൽ റിക്വയർമെന്റ്, എല്ലാ ഡോക്യുമെന്റും ഇംഗ്ലീഷിലായിരിക്കണം, ഡേറ്റും നമ്പറും എല്ലാം പ്രോപ്പർലി കൊടുക്കണം. അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ടേബിൾ ഓഫ് കണ്ടന്റ് അതനുസരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡ്രഗ് മാസ്റ്റർ ഫയൽ എന്ന് വെച്ചാൽ. 1 എന്ന് വെച്ചാൽ മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ടത്, 2 ആണെങ്കിൽ ഡ്രഗ് സബ്സ്റ്റൻസുമായിട്ട്, 3 ആണെങ്കിൽ പാക്കേജിംഗ് മെറ്റീരിയൽസ്, 4 ആണെങ്കിൽ എക്സിപ്പിയൻസ്, കളർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, 5 ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രീ അപ്രൂവൽ ഫ്രം ഡ്രഗ് മാസ്റ്റർ ഫയൽ സ്റ്റാഫിൽ നിന്ന് ആവശ്യമാണ് എന്നാണ് ടൈപ്പ് നമ്മൾ 5 വെക്കുക. അത് മാത്രം മിസലേനിയസ് ഇൻഫർമേഷൻ നോട്ട് കവർ 1 to 4 നമ്മൾ കവർ ചെയ്യില്ല. ആൻഡ് ലാസ്റ്റ് DMF സബ്മിഷൻ റിക്വയർമെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്മിഷൻ ലെറ്റർ വേണം, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻസ് വേണം, ജനറൽ റിക്വയർമെന്റ് വേണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവലിന് വെക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്കൽ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ECTD ആണ്. സോ ECTD എന്ന് വെച്ചാൽ റെഗുലേറ്ററി ആപ്ലിക്കേഷനും സപ്ലിമെന്റ്സും റിപ്പോർട്ട്സുകളും ഒക്കെ തന്നെയാണ്, പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ECTD ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം ഫോർ സബ്മിറ്റിംഗ് റെഗുലേറ്ററി ആപ്ലിക്കേഷൻ, സപ്ലിമെന്റ്സ് ആൻഡ് റിപ്പോർട്ട് ടു ഹെൽത്ത് അതോറിറ്റി. ഇപ്പൊ നമ്മൾ ഹെൽത്ത് അതോറിറ്റീസിൽ ഡോക്യുമെന്റ് വെക്കുവാണെങ്കിൽ അത് വെക്കുന്ന രീതിയാണ് ECTD. സോ ഇലക്ട്രോണിക് വേർഷൻ ആണ്, ഹാർമണൈസ്ഡ് ആണ്, PDF ഡോക്യുമെന്റ് ആയിരിക്കും. ആൻഡ് XML ആണ് ബാക്ക് ബോൺ ആയിട്ട് വെക്കുക. സോ ഇത് നമുക്കൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് കാര്യം. ഈ ഫോർമാറ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, നമുക്ക് എറർ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സോ ECTDക്ക് മൊഡ്യൂൾസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി എന്ത് പഠിച്ചു, DMF പഠിച്ചു. DMF പോലെ തന്നെ ഇവിടെ മൊഡ്യൂൾസ് ഉണ്ട്. സോ ECTD ആണെന്നുണ്ടെങ്കിൽ റീജിയൻ സ്പെസിഫിക് ഇൻഫർമേഷൻസ് ആണ്, സ്പെസിഫിക് റീജിയൻ. സോ 3 അഡീഷണൽ XML ഫയൽ വെക്കണം. XML വെച്ചൊരു ഫോർമാറ്റ് ആണ് കേട്ടോ. ലൈക്ക് മെറ്റാ ഡേറ്റ, ലൈക്ക് ആപ്ലിക്കന്റ് നെയിം, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, സബ്മിഷൻ ഡേറ്റ്, ഇങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻസ് ആണ് മൊഡ്യൂൾ 1 വരുന്നത്, മൊഡ്യൂൾസ് ഓഫ് ECTD. 2 ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി ആണ് വരിക, അതിന് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. മൊഡ്യൂൾ 3 ആണെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ്, കെമിസ്ട്രി, മാനുഫാക്ചറിംഗ്, കൺട്രോൾസ് ഒക്കെയാണ്. ആൻഡ് മൊഡ്യൂൾ 4 നോൺ ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട്സ് ആണ്, ഫാർമക്കോളജിയും ടോക്സിക്കോളജി ഡേറ്റയാണ്. ആൻഡ് മൊഡ്യൂൾ 5 ക്ലിനിക്കൽ സ്റ്റഡി റിപ്പോർട്ട്സ് ലൈക്ക് CSRS ആണ്, ക്ലിനിക്കൽ ട്രയൽ ആൻഡ് സപ്പോർട്ടിംഗ് പബ്ലിക്കേഷൻസ് ആണ്. ഇത് ഓർഡറിൽ പഠിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫയൽ ഫോർമാറ്റ് ഇൻ ECTD എന്തൊക്കെ ഫയൽ ഫോർമാറ്റ് ആണ്? PDF ഞാൻ പറഞ്ഞല്ലോ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. ISO 32002 1:2018 സ്റ്റാൻഡേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. XML ആണെങ്കിൽ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുക, W3C സ്ട്രക്ചർ ഡേറ്റ ആയിരിക്കണം. സ്റ്റഡി ഡേറ്റ സെറ്റ് ഫയൽ ആണെങ്കിൽ മസ്റ്റ് കംപ്ലൈ വിത്ത് റീജിയണൽ റെഗുലേറ്ററി സ്പെസിഫിക്കേഷൻ. നമുക്ക് ഓരോ റീജിയനിലും ഓരോ സ്പെസിഫിക്കേഷൻസ് ആണ്, അതനുസരിച്ച് സെറ്റ് ഫയൽ വെക്കണം. ബെനിഫിറ്റ്സ് എന്താണ്? എളുപ്പമാണല്ലേ, ഈസി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ആണ്, ഫാസ്റ്റർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമുക്ക് പ്രോപ്പർ ആക്കാൻ പറ്റും. ആൻഡ് വർക്ക് ലോഡ് കൂടും, അല്ല മീൻസ് കുറയും, ഹാൻഡ്ലിംഗ് ഒക്കെ കുറയും എന്നുള്ളതാണ്. അപ്പൊ എളുപ്പമാണ്, ഒന്നുമില്ല. നമ്മൾ ഹെൽത്ത് അതോറിറ്റീസിന് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആണ്. ദാറ്റ് വിൽ ബി എൻ ഇലക്ട്രോണിക് വേ.
PDF അല്ലെങ്കിൽ XML ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടാവുക. സോ അതിന് തന്നെ 1 2 3 4 5 ആൻഡ് ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അതിന്റെ ഫയൽ ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു, PDF ഉണ്ട്, XML ഉണ്ട്. സോ CTDയും ECTDയും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സോ ഇനി എന്താണ് CTD നോക്കാം. അപ്പൊ ECTD പഠിച്ചു. സോ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജപ്പാൻ, യൂറോപ്പ് യൂണിവേഴ്സിറ്റിന് കൊടുക്കുന്നതാണ്. സോ റെഗുലേറ്ററി അതോറിറ്റി ക്ലിനിക്കൽ ട്രയൽസ് കൊടുക്കേണ്ട ആവശ്യമാണ്. സോ അവിടെയും മൊഡ്യൂൾ 1 2 3 അങ്ങനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 1 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സ്പെസിഫിക് ഡോക്യുമെന്റേഷൻ ലൈക്ക് പ്രൊപ്പോസൽ, ലേബൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. മൊഡ്യൂൾ 2 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫാർമക്കോളജി ക്ലാസ്, മോഡ് ഓഫ് ആക്ഷൻ, ക്ലിനിക്കൽ യൂസ് ഒക്കെ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ, ഓവറോൾ സമ്മറി, നോൺ ക്ലിനിക്കൽ ഓവർവ്യൂ, ക്ലിനിക്കൽ ഓവർവ്യൂ, നോൺ ക്ലിനിക്കൽ സമ്മറി ആൻഡ് ക്ലിനിക്കൽ സമ്മറി. അതിനകത്താണ് ഈ ഫാർമക്കോളജി, ഫാർമോകൈനറ്റിക്, ബയോ ഫാർമസ്യൂട്ടിക്കൽ, ഫാർമക്കോളജി, ലിറ്ററേച്ചർ റെഫറൻസ്, സ്റ്റഡി സിനോപ്സിസും കാര്യങ്ങളും വരിക. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എല്ലാം റിപ്പിറ്റീഷനാണ്. ഒന്നിൽ പോലും അങ്ങനെ നമുക്ക് പുതുതായിട്ട് പഠിക്കാനൊന്നും ഇല്ല. 3 ആണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഡോക്യുമെന്റേഷൻ ആണ്, M4Q ഗൈഡ് ലൈൻസ് ആണ്, അവിടെയാണ് ബോഡി ഓഫ് ഡേറ്റ, ലിറ്ററേച്ചർ റെഫറൻസ്, പിന്നെ എല്ലാം സെയിം ആണ്. നമ്മൾ അവിടെ പഠിച്ചില്ലായിരുന്നു, അതെല്ലാം സെയിം ആണ്. സ്റ്റഡി റിപ്പോർട്ട്, ലിറ്ററേച്ചർ റെഫറൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഓൾറെഡി നമ്മളിത് പഠിച്ച കാര്യമായതുകൊണ്ട് വേറെ പ്രശ്നമില്ല. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും കേട്ടോ. നോട്ട് നന്നായിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.